ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിയൊന്നും കുതിർത്തിറക്കാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വെൽക്കം ടു ഷാനസ് കിച്ചൻ വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഈ ഇഡ്ഡലി മാവിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ ചേർത്തിട്ടല്ല നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ളതാണിത്. 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉഴുന്നിലേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടി എടുക്കണം. അപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് കുതിർന്ന് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ അരിപ്പൊടി എടുക്കുക. ഇത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ്, വറുത്തത് വറുക്കാത്തത് ഏത് പൊടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് അരച്ചെടുക്കാനായിട്ട് പറ്റും. വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു അരിപ്പൊടി കുതിർത്ത് വെച്ചതും ഉഴുന്നുമാവും അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ച ചോറും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ആയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം അരിപ്പൊടി കുതിർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കേണ്ട മിക്സിയുടെ ജാറിലേക്ക്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ, കാരണം അരിപ്പൊടിയല്ലേ, പിന്നെ ഉഴുന്നും തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്ന ആ ഒരു സാധനമല്ലേ. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ടുള്ള മാവ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ നല്ല ചൂടൊക്കെ ഉള്ള നല്ല സ്ഥലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അധികവും അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന മാവ് റൈസ് കുക്കറിലാണ് പൊങ്ങാനായിട്ട് വെക്കുക. ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് പൊങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ അത് എടുത്ത് നോക്കുമ്പോൾ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങോട്ട് താന്നു പോകും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു നല്ല പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി റൈസ് കുക്കറിലേക്ക് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എടുത്ത് വെക്കാം. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ ഇത് ഇഡ്ഡലി ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പുളിച്ച് പൊന്താനുള്ള ആ ഒരു ഇതുണ്ടാവില്ല. നമുക്ക് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ അതൊന്നും നമ്മൾ ഒരുപാട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ലല്ലോ. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. ഇനി കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങോട്ട് ആ ഒരു കുഴി നിറയെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നമുക്ക് കുറേശ്ശെ ഒരു പകുതി മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ആദ്യം ഒഴിച്ചത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാച്ചിലൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടൊക്കെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടിക്കോളും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ആക്കിയെടുത്തതാണ്. സ്കൂളിലേക്ക് ഇന്ന് അവർ ചോറ് വേണ്ട ഇഡ്ഡലി മതി എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ ആക്കിയെടുത്തതാണ്. ബാക്കിയുള്ളതും ഞാൻ പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഇതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. തക്കാളി ചട്നിയാണ്. ഈ ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പി മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉഴുന്നുദോശയുടെ ഈ സെയിം അരിപ്പൊടി ഉഴുന്നും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉഴുന്നുദോശക്കൊപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് കിച്ചൻ വ്ളോഗ്.